ഇക്കൂട്ടരെ പരസ്യമായി തള്ളിപ്പറയാൻ, ഇക്കൂട്ടരെ നിയമസഭയിൽ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരളത്തിലെ വോട്ടർമാർ ഏത് കാലത്ത് പരസ്യമായി പറയുന്നുണ്ടോ അന്നേ ജനാധിപത്യ കേരളത്തിൽ കലാപങ്ങളില്ലാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കലാപമുണ്ടാക്കാനുള്ള പൊട്ടിപ്പുറപ്പെടലാണ്. ഇന്ന് കേവലം ഒരു അനൗൺസ്മെന്റ് വാഹനത്തിനകത്ത് നിന്നുകൊണ്ട് വോട്ടർമാർ തിരിച്ചറിയണം എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് പോയത് ഇങ്ങനെ ഒരു മതധ്രുവീകരണം നടക്കുന്നുണ്ട് എങ്കിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടർമാർ ജാഗരൂകരായിരിക്കണം എന്ന അറിയിപ്പാണ് പോയത്. ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നൊന്നും ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നില്ല. അതിനെതിരെ പ്രതികരണം വരുന്നത് ഡൽഹിയിൽ നിന്നുമൊക്കെയാണ്. കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നു. എന്താ CPM-കാരും LDF-കാരും പേരാമ്പ്രയിൽ വർഗീയ പ്രചരണം നടത്തി വോട്ട് പിടിക്കുന്നു? അതാണോ വാസ്തവം? പേരാമ്പ്രയിൽ അങ്ങനെ ഒരു വർഗീയ പ്രചരണമുണ്ടോ? പക്ഷെ സ്വന്തം കൂട്ടത്തിലിരിക്കുന്ന ഒരു വിദ്വാൻ ഒരു വർഷം മുമ്പ് തൻ്റെ സമുദായത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഈ കൊച്ചു തോമന്മാർ ഒന്നും മിണ്ടുന്നില്ല. ഒരക്ഷരവും ഉരിയാടാനില്ല. KC വേണുഗോപാലനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒന്നും പറയാനില്ല. ഈ കൂട്ടരുടെ ചുമടുതാങ്ങികളായി ഇവരുടെ സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ന ഒരാശയത്തെ തലയിലെടുത്തുകൊണ്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ജാഗ്രത കേരളത്തിലെ വോട്ടർമാർക്കുണ്ടാവണം. ഇത്തരം പ്രസംഗങ്ങളൊക്കെ നാം ഏറെ കേട്ട് കഴിഞ്ഞു. ഇത് കേരള ജനതയുടെ സംസ്കാരത്തെ നമ്മുടെ എന്താണ് വിശദീകരിച്ച് പറയേണ്ടത് എന്നെനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നില്ല. ഒരു പ്രബുദ്ധതയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, മതത്തിനപ്പുറമായി ചിന്തിക്കുന്ന ഒരു ജനതയുണ്ട്. അവരെ ഏത് നിലവാരത്തിലേക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ എത്തിക്കുന്നത് എന്ന് ഈ പ്രബുദ്ധരായ വോട്ടർമാർ തന്നെ ചിന്തിക്കട്ടെ. ഞാനൊരു രാഷ്ട്രീയവും ഇവിടെ അവലോകനം ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ KM ഷാജിക്കെതിരെ ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ എന്നുള്ള ഒരു പരാതി കേരളത്തിലെ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാമല്ലോ. തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക്